എപ്പോൾ തീറ്റ എടുത്തു വെച്ചാലും ടിങ്കു ഓടിക്കൊണ്ട് വരും അത് കഴിച്ച് തീർക്കാനായിട്ട്. എന്തായാലും രാവിലെ തന്നെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കോഴിക്കൂട്ടിലേക്ക് പോകുന്നതിന് മുന്നേ പോവുക. കോഴിക്ക് തീറ്റ കൊടുക്കാൻ പോകുന്ന അറിഞ്ഞിട്ട് ആൾ എന്നെക്കാളും മുമ്പേ അവിടെ എത്തി. എന്തായാലും ഇന്നലെയാണെങ്കിൽ തീറ്റ കൊടുക്കാൻ സമയം കിട്ടില്ല. എന്തായാലും ഇന്ന് രാവിലെ തന്നെ ഫീഡ് കൊടുക്കാൻ വേണ്ടി ഇറങ്ങി എല്ലാത്തിനും തീറ്റയൊക്കെ കൊടുത്തു. ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഞാൻ ഈ കോഴികളെ കൂട്ടിലാക്കി വെക്കുക. മുമ്പ് BV380 ഫാം ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും അത് അടച്ചിട്ടിരിക്കുമായിരുന്നു. ഉപയോഗമില്ലാതെ കിടന്നപ്പോഴത്തേക്ക് ഇപ്പം കുറച്ച് ഗ്രാമശ്രീ കോഴികൾ ഒരിടത്തു നിന്ന് കിട്ടി. അതിന് ഞാനിപ്പം ഈ കൂടുകളിലേക്ക് ആക്കിയേക്കുക. മൊത്തത്തിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് BV380 ഇങ്ങനെ അറകളുള്ള കൂടുകളിൽ വളർത്താൻ പറ്റുള്ളൂ എന്നും ഗ്രാമശ്രീകളെ തുറന്ന് വിട്ട് വളർത്തണം എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. എന്തായാലും ഇത് എത്രത്തോളം മുട്ടയിടുമെന്നൊന്നും അറിയത്തില്ല. എന്തായാലും അതിനെ എല്ലാത്തിനും ഞാൻ അറകളിലേക്ക് ആക്കി തീറ്റയൊക്കെ കൊടുത്തു. ഇതുവരെ എന്തായാലും കുഴപ്പമൊന്നുമില്ല. മുട്ടയിടാനായിട്ട് സമയമായി വരുന്നു. ഒരു 2 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് മുട്ടയിടുമായിരിക്കും. ടിങ്കു ആണെങ്കിൽ കൂടെ തന്നെയുണ്ട്. നമ്മളിനി ഇവിടുന്ന് പോകുന്നിടം വരെ അവനിങ്ങനെ എനിക്ക് കാവലായിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും. ഈ BV380 കോഴികളെ വളർത്തുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോൾ സ്വിച്ച് ഇട്ടാണൊക്കെ മുട്ടയിടയിലങ്ങ് നിൽക്കാറുണ്ട്. ഇപ്പോൾ ഇതെന്ന് പറയുന്നത് കൂടുതൽ നാൾ മുട്ടയിടുമെന്ന് ഇങ്ങനെ കേട്ടു. ഞാൻ വളർത്തിയിട്ടില്ല, ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. എന്തായാലും ഇതുവരെ കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നു. നല്ല ഭംഗിയാണ് കോഴികളെ കാണാനൊക്കെ. തലയിലൊക്കെ ഒരു പുള്ളിയൊക്കെ ഉണ്ട്, നല്ല രസമാണ് കാണാൻ.